അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ ജീവിതത്തിന്റെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ചില വാക്കുകളുണ്ട്. ഒരുപക്ഷെ കുടുംബ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിലാവാം, അതല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക മേഖലകളിലാവാം, അതല്ലെങ്കിൽ നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ട ആശങ്കകളിലാവാം, അതല്ലെങ്കിൽ നാം ബന്ധപ്പെടുന്ന ജീവിതത്തിന്റെ വ്യത്യസ്തമായ മേഖലകളിലാവാം. എങ്ങനെയാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ പലപ്പോഴും ഒന്ന് തന്നെയാണ്. ഇന്ന് എന്നെ കാണാൻ വന്ന ഒരു ഉമ്മ എന്നോട് പറഞ്ഞതും അങ്ങനെയാണ്. ഉസ്താദെ, എല്ലാം ഉണ്ട്, സാമ്പത്തികമായിട്ടുമുണ്ട്, പക്ഷെ ഒന്നിലും ഒരു ബറക്കത്തില്ല, ഒരു വളർച്ചയില്ല, എല്ലാത്തിലും ഒരു മുരടിപ്പ് പോലെ, ഒന്നിലും ഒരു സന്തോഷവും ഒരു തൃപ്തിയും ഒരു പൊരുത്തവും ഒരു ഉന്മേഷവും ലഭ്യമാകുന്നില്ല. ഇത് സാധാരണ നമ്മുടെ ആശങ്ക തന്നെയാണ്. എന്താണ് ബറക്കത്ത് എന്ന് പറഞ്ഞാൽ? അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ അവന്റെ തൃപ്തിയും അവന്റെ പൊരുത്തവും ഉണ്ട് എങ്കിൽ മാത്രം അടിമകളായി നമുക്ക് ലഭ്യമാകുന്നതാണ് ഈ ബറക്കത്ത് എന്ന് പറയുന്നത്. നമുക്ക് തന്നതെല്ലാം ബറക്കത്തായി കൊള്ളണമെന്നില്ല. അപ്പോൾ ബറക്കത്തുള്ളതായി മാറാനും ബറക്കത്തുള്ളതായി വളരണമെങ്കിലും ബറക്കത്തുള്ളതായി തീരണമെങ്കിലും നാം ചെയ്യേണ്ടത് എന്താണ്? പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ കഹഫിന്റെ തഫ്സീർ ഗ്രന്ഥങ്ങളിൽ മഹാന്മാരായ ഇമാമിങ്ങൾ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിനെ കൊണ്ടുവരുന്നുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അവൻ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങൾ എന്നേക്കുമായി നീങ്ങിപ്പോവാതിരിക്കാൻ, അതിലേക്ക് അപകടങ്ങൾ വന്നു ചേരാതിരിക്കാൻ ആ അനുഗ്രഹങ്ങളിൽ അവൻ പറയേണ്ടത് മാഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാ എന്നാണ്. ഒരിക്കൽ കൂടി പറയാം, മാഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന ദിക്റാണ്. അതൊരു പക്ഷേ നമ്മുടെ കുടുംബജീവിതത്തിന്റെ മനോഹരമായ മുഹൂർത്തങ്ങളിലാവട്ടെ, അതല്ലെങ്കിൽ നമ്മുടെ മക്കളുമായി ബന്ധപ്പെടുന്ന മനോഹരമായ സന്തോഷ നിമിഷങ്ങളിലാവട്ടെ, അവരുടെ വളർച്ചയും അവരുടെ ഉയർച്ചയും കാണുമ്പോഴാവട്ടെ, നമ്മുടെ സാമ്പത്തിക മേഖലകളിലേക്ക് നാം പ്രവേശിക്കുമ്പോഴാവട്ടെ, നമ്മുടെ വാഹനത്തിൽ പ്രവേശിക്കുമ്പോഴാവട്ടെ, എന്ന് വേണ്ട ഏത് മേഖലയിലേക്ക് നാം കടന്നു ചെല്ലുമ്പോഴും നാം പതിവാക്കേണ്ടത് മാഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന പവിത്രതയേറിയ ദിക്റാണ്. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ ശാശ്വതമായി നിൽക്കാൻ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് കൈമാറിയ പവിത്രതയേറിയ ദിക്റാണ്. അതുകൊണ്ട് നഷ്ടമാക്കി കളയരുത്, പതിവാക്കുക, ശീലമാക്കുക. നാഥൻ തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.